നമ്മൾ നോക്കുമ്പോൾ സിംബേൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പഴുപ്പൊലിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ കാര്യം എങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ടിഷ്യൂ വെച്ച് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ചെറുക്ക് നല്ല തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങി. നമ്മൾ ഓൾറെഡി വണ്ടർലേ പോകാൻ വേണ്ടിയാണല്ലോ വന്നത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറി നമ്മൾ പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ മേത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് എന്തോ പഴുപ്പ് പോലെ വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയും കാട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡും കഴിച്ച് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തപ്പി. 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങൾ മെട്രോയിൽ പോകാൻ നോക്കിയപ്പോൾ പോലീസുകാരൻ പറഞ്ഞു പെറ്റ്സ് അലൗഡ് അല്ല, ഒരു കാരണവശാലും കയറ്റാൻ പറ്റില്ല, എന്ത് ഹോസ്പിറ്റൽ കേസാണെങ്കിലും പറ്റില്ല എന്ന്. എന്നിട്ട് ഞങ്ങൾ നേരെ താഴെ പോയിട്ട് ഓട്ടോക്കാരനോട് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞു 150 രൂപ എന്ന്. ജസ്റ്റ് 3.5 കിലോമീറ്ററിന് 150 രൂപ. മുതലെടുപ്പാണോന്ന് അറിയില്ല, പക്ഷേ അത് ഇച്ചിരി ഹെവി ആയിരുന്നു. അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞു അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെയും നിങ്ങൾ ഓട്ടോ വിളിച്ച് പോകണം എന്നൊക്കെ. പക്ഷേ ഒരു 10-12 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തി. അത്ര ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ നേരെ ചെറുക്കൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 1,700 ആയിട്ടുണ്ട്. വെയിറ്റൊക്കെ നല്ല കൂടിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ അവന് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. എന്താ അറിയില്ല, തൊടാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. അവിടെ നമ്മൾ നേരെ രജിസ്റ്റർ ചെയ്തു. നമ്മൾ നേരെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ അവിടെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ തേച്ച് തന്നു. ഇതെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ 2 പോസിബിലിറ്റീസ് പറഞ്ഞു. ഒന്നില്ലെങ്കിൽ വാക്സിനേഷൻ അടിച്ചതിൻ്റെ റിയാക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വാക്സിനേഷൻ അടിച്ചിട്ട് 14 ദിവസം കഴിഞ്ഞു. പിന്നെന്താണെന്ന് വെച്ചാൽ ട്യൂമർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പെറ്റ്സിന് ഭയങ്കര റെയർ ആയിട്ട് വരുന്ന അസുഖമാണ്. ട്യൂമർ ആണെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഇതേപോലെ എങ്ങനെയെങ്കിലും മേത്ത് മുഴയോ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്തായാലും സ്കാൻ ചെയ്യണം, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ചെറുക്കന് കഴുത്തിലിടാനുള്ള കോളാറും കുറച്ച് മരുന്നൊക്കെ തന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ സിംബേനെയും ബാഗിലിട്ടിട്ട് വണ്ടർലയിലേക്ക്. അവിടെ നേരെ പ്രൈവറ്റ് ബസ് കയറിയിട്ട് നേരെ കല്ലൂർ എത്തിയപാടെ നമുക്ക് വണ്ടർലയിലേക്ക് പോകാനുള്ള KSRTC ബസ് റെഡി ആയിരുന്നു. ഇഷ്ടംപോലെ സീറ്റും ഉണ്ടായിരുന്നു. സിംബേനെ വണ്ടർലയിൽ കയറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ വണ്ടർലയിലെത്തി ഗായ്സ്.